ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് സെക്കൻഡ് പാർട്ട് യൂണിറ്റ് 4 ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ്, ആഹ്ലാദകരമായ കടികൾ എന്നുള്ള യൂണിറ്റാണ്. അപ്പോൾ ഫസ്റ്റ് പേജിൽ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. അതാണ് ആഹ്ലാദകരമായ കടികൾ. കുറേ കടികളുണ്ട്, ആൾക്കാർ കഴിക്കണമുണ്ട്. പിന്നെ അടിയിൽ എന്താണൊരു സെൻറ്റൻസ് കൊടുത്തിട്ടുള്ളത്? ഫുഡ് ഈസ് അവർ കോമൺ ഗ്രൗണ്ട്. ഭക്ഷണം ഞങ്ങളുടെ പൊതു ഇടമാണ്. എ യൂണിവേഴ്സൽ എക്സ്പീരിയൻസ്, ഒരു സാർവത്രിക അനുഭവമാണ്. ജെയിംസ് ബേർഡിൻ്റെ വാക്കുകളാണിത്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരു യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് ആണ് എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത പേജിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചർ. എന്താണ് അടിയിൽ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ ഗേൾ ഡൂയിങ്? എന്താണ് ആ പെൺകുട്ടി ചെയ്യുന്നത്? എന്താണ്? ദ ഗേൾ വാസ് ഈറ്റിംഗ് ഫുഡ്. വാട്ട് വിൽ യു ഡു ഇഫ് സം വൺ കംസ് ടു യുവർ ഹൗസ് വൈൽ യു ആർ ഹാവിങ് യുവർ ഫുഡ്? നിങ്ങളുടെ ഭക്ഷണം കഴിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഈ കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ വേറൊരു കുട്ടി പോലെ വീട്ടിലേക്ക് വന്നിട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഷെയർ യുവർ ഫുഡ് ഫോർ ഹിം. അവനും ഫുഡ് കൊടുക്കും. പിന്നെ നമുക്ക് നേരെ നമ്മുടെ സ്റ്റോറിയിലേക്ക് പോകാം. എന്താണ് സ്റ്റോറി? ഫസ്റ്റ് ഇവിടെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഹിയർ ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എബൌട്ട് എ സ്പെഷ്യൽ സൂപ്പ്. ഒരു പ്രത്യേക സൂപ്പിനെ കുറിച്ചുള്ള ഒരു കഥയാണിത്. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. വായിച്ച് ആസ്വദിക്കാം. എന്താണ് പാഠത്തിൻ്റെ പേര്? ദ സ്റ്റോൺ സൂപ്പ്, കല്ല് സൂപ്പ്. നമ്മൾ ഒരുപാട് സൂപ്പ് കേട്ടിട്ടുണ്ടല്ലേ? മട്ടൺ സൂപ്പ്, വെജിറ്റബിൾ സൂപ്പ്, ചിക്കൻ സൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇത് വ്യത്യസ്തമായിട്ടുള്ളത് കല്ല് സൂപ്പ്, കല്ലുകൊണ്ടുള്ള സൂപ്പ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരാൾ പോകുന്നത് കാണുന്നുണ്ട്. അതാണ് ദ ജേണി, യാത്ര. ഇറ്റ് വാസ് എ ഹോട്ട് ആൻഡ് സണ്ണി ഡേ. ചൂടും വെയിലും നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. എ യങ് ട്രാവലർ റീച്ച്ഡ് എ വില്ലേജ്. ഒരു യുവസഞ്ചാരി ഒരു ഗ്രാമത്തിലെത്തി. ഹി വാസ് എക്സ്ഹോസ്റ്റഡ് ആൻഡ് ഹംഗ്രി. ഈ എക്സ്ഹോസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷീണിതനാവുക, തളർന്നൊരവസ്ഥ. അവന് ക്ഷീണിതനും അതുപോലെ തന്നെ വിശപ്പും ഉള്ളവനായി. ദ സ്ട്രീറ്റ്സ് വെർ എംപ്റ്റി. തെരുവുകൾ ശൂന്യമായിരുന്നു. അതായത് ആ തെരുവുകളിൽ ഒന്നും ആരും കാണുന്നില്ലായിരുന്നു, പുറത്തേക്കൊന്നും ഒരാളെയും. എവരി വിൻഡോ ആൻഡ് ഡോർ വാസ് ലോക്ക്ഡ്. അതായത് എല്ലാ വീടുകളുടെയും ജനലുകളും വാതിലുകളൊക്കെ പൂട്ടിയിരിക്കുകയാണ്. ദ വില്ലേജ് സീംഡ് ആൻ അൺഫ്രണ്ട്ലി പ്ലേസ്. ആ ഗ്രാമം ഒരു അൺഫ്രണ്ട്ലി ആയ പ്ലേസ് പോലെ തോന്നി അവർക്ക്. അൺഫ്രണ്ട്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊന്നും ഒരു സൗഹൃദമില്ലാത്ത പോലെ അവിടെയുള്ള ആൾക്കാർ. അടുത്ത പേജ്. ദ ഹോപ്പ്, പ്രതീക്ഷ. അറ്റ് ലാസ്റ്റ് ഹി കം ടു എ സ്മാൾ കോട്ടേജ്. ഒടുവിൽ അയാൾ ഒരു ചെറിയ കുടിലിൻ്റെ മുന്നിലെത്തി. ഹി നോക്ക്ഡ് അറ്റ് ദ ഡോർ. അവൻ വാതിലിൽ മുട്ടി. എൻ ഓൾഡ് വുമൺ പീക്ക്ഡ് ഔട്ട് ആൻഡ് ഓപ്പൺ ദ ഡോർ. ഒരു ഓൾഡ് വുമൺ, ഒരു വൃദ്ധയായ സ്ത്രീ പുറത്തേക്ക് എത്തി നോക്കി വാതിൽ തുറന്നു. ഹൂ ആർ യു? നീ ആരാണ്? ഷി ആസ്ക്ഡ്. ആ വൃദ്ധ ചോദിച്ചു. ഐ ആം എ ട്രാവലർ ആൻഡ് ഐ ആം വെരി ഹംഗ്രി, ഹി സെഡ്. എന്താണ്? ഞാനൊരു സഞ്ചാരിയാണ്, എനിക്ക് വളരെ വിശക്കുന്നു, അയാൾ പറഞ്ഞു. കുഡ് യു പ്ലീസ് ഗിവ് മീ സംതിങ് ടു ഈറ്റ്? ദയവായി എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ? അയാൾ ചോദിക്കാണ്. ഓ, വി ആർ ആൾ വെരി പൂവർ. ഞങ്ങളെല്ലാവരും പാവപ്പെട്ടവരാണ്, ദരിദ്രരാണ്. ദ വുമൺ സെഡ്. ആ സ്ത്രീ പറഞ്ഞു. വി ഡോണ്ട് ഹാവ് ഇനഫ് ഫുഡ് ഫോർ അവർ സെൽവ്സ്. അതായത് അവർക്ക് തന്നെ വേണ്ടത്ര ഭക്ഷണമില്ല. ആൻഡ് ഷീ ക്ലോസ്ഡ് ദ ഡോർ. അവൾ വാതിലടച്ചു. ഓക്കെ, അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് എന്താണ്? വൈ ഡിഡ് ദ ഓൾഡ് വുമൺ റെഫ്യൂസ് ടു ഷെയർ ഫുഡ് വിത്ത് ദ ട്രാവലർ? എന്തുകൊണ്ടാണ് ആ വൃദ്ധ യാത്രക്കാരനുമായിട്ട് ഭക്ഷണം പങ്കിടാൻ വിസമ്മതിച്ചത്? അതായത് അവർക്ക് തന്നെ ഫുഡ് കഴിക്കാനില്ല എന്നാണ് ആ സ്ത്രീ പറയുന്നത്. ഞങ്ങൾ ഭയങ്കര ദരിദ്രരാണ്, ഞങ്ങൾക്ക് തന്നെ ഫുഡില്ല, പിന്നെ എങ്ങനെയാണ് അയാൾക്ക് കൊടുക്കുന്നത്? അതിൻ്റെ ആൻസർ ഇതിൽ തന്നെ ഉണ്ട്. എന്താണ്? ഷി ഹാസ് എ വെരി പൂവർ ആൻഡ് ഷി ഡോണ്ട് ഹാവ് ഇനഫ് ഫുഡ് ഫോർ അവർ സെൽവ്സ്. ഇതൊക്കെ ഉത്തരാണ്. പിന്നെ ഡു യു എഗ്രി വിത്ത് ദാറ്റ് ഷി ഡിഡ്? അവൾ ചെയ്തതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ല അല്ലേ, നമ്മൾ യോജിക്കുന്നില്ല. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. ആരെങ്കിലുമൊക്കെ വന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറഞ്ഞ് കഥ കടക്കാൻ പാടില്ല. ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നമുക്ക് അവർക്കൊക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പേജ്. ദ സൂപ്പ് സ്റ്റോൺ. എന്താണ്? കല്ല് സൂപ്പ്. ദ ട്രാവലർ പിക്ക്ഡ് അപ്പ് എ റൗണ്ട് സ്റ്റോൺ ഫ്രം ഹിസ് ബാഗ് ആൻഡ് നോക്ക്ഡ് അഗെയിൻ. അതായത് യാത്രക്കാരൻ തൻ്റെ ബാഗിൽ നിന്ന് ഒരു ഉരുണ്ട തരത്തിലുള്ള കല്ലെടുത്ത് എന്നിട്ട് വീണ്ടും ആ വാതിലിൽ മുട്ടി. ദ ഓൾഡ് വുമൺ ഓപ്പൺ ദ ഡോറ്. ആ വൃദ്ധയായ സ്ത്രീ വീണ്ടും വാതിൽ തുറന്നു. വാട്ട് നൗ? ഇനി എന്താണ്? ഷീ ആസ്ക്ഡ് ഫീലിംഗ് ഇറിറ്റേറ്റഡ്. അവൾ ദേഷ്യത്തോടെ, ഇറിറ്റേറ്റഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അവർക്ക് ശല്യമാവുക. അങ്ങനെ ദേഷ്യത്തോടെ ചോദിച്ചു, ഐ ആം ഗോയിങ് ടു മേക്ക് സ്റ്റോൺ സൂപ്പ്. ഞാനൊരു കല്ല് സൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. ദ ട്രാവലർ അനൗൺസ്ഡ്. യാത്രക്കാരൻ പ്രഖ്യാപിച്ചു, അനൗൺസ് ചെയ്തു. ഇറ്റ്സ് ഡിലീഷ്യസ്. ഇത് രുചികരമാണ്. അപ്പോൾ ആ വൃദ്ധയായ സ്ത്രീ എന്താ ചോദിക്കണത്? സ്റ്റോൺ സൂപ്പ്, കല്ല് സൂപ്പോ? ദ വുമൺ ഗിഗിൾഡ്. അതായത് ആ സ്ത്രീ ചിരിച്ചു. എന്താണ് ഹൗ ക്യാൻ യു മേക്ക് സൂപ്പ് ഫ്രം എ സ്റ്റോൺ? എങ്ങനെ കല്ലിൽ നിന്ന് സൂപ്പ് ഉണ്ടാക്കാൻ കഴിയും? അതാണ് ആ വൃദ്ധ ചോദിച്ചത്. അപ്പോൾ അയാൾ എന്താ പറയുന്നത്? ഓ യെസ് ഐ ക്യാൻ. അതെ, എനിക്ക് കഴിയും. ദ ട്രാവലർ സെഡ്. ട്രാവലർ പറഞ്ഞു. ഹി ലുക്ക്ഡ് സോ കോൺഫിഡൻറ്റ്. അയാൾ വളരെ കോൺഫിഡൻ്റ് ആയി. ആത്മവിശ്വാസം എന്നാണ് കോൺഫിഡൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കോൺഫിഡൻ്റ് ആയി കാണപ്പെട്ടു. അതായത് കോൺഫിഡൻ്റ് പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ഉന്മേഷം. പിന്നെന്താണ്? ദ വുമൺ ലെറ്റ് ഹിം ഇൻ. ആ സ്ത്രീ അവനെ അകത്തേക്ക് വരാൻ അനുവദിച്ചു. പിന്നെ എന്താണ് അവിടെയുള്ള ക്വസ്റ്റ്യൻസ്? വൈ ഡിഡ് ദ ഓൾഡ് വുമൺ ഗിഗിൾ? വൃദ്ധ എന്തിനാണ് ചിരിച്ചത്? എന്താണ് കല്ലുകൊണ്ടുള്ള സൂപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആരായാലും അത് കേട്ടാൽ ഒന്ന് ചിരിക്കും. എന്താണ് ഷീ ഗിഗിൾഡ് ബിക്കോസ് ദ ട്രാവലർ സെഡ് ഹി മേക്ക് എ സ്റ്റോൺ സൂപ്പ്. അങ്ങനെ അങ്ങനെ എഴുതാം. പിന്നെ വൈ ഡിഡ് ദ ഓൾഡ് വുമൺ ലെറ്റ് ദ ട്രാവലർ ഇൻ? വൃദ്ധ എന്തിനാണ് യാത്രക്കാരനെ അകത്തേക്ക് കടത്തിവിട്ടത്? എന്താണ് ട്രാവലർ പറയും, ഐ ആം ഗോയിങ് ടു മേക്ക് എ സ്റ്റോൺ സൂപ്പ്. അപ്പോൾ ഈ സൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള ഗ്യാസൊക്കെ അകത്താണല്ലോ, അടുപ്പൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ യാത്രക്കാരനെ അകത്തേക്ക് കടത്തിവിട്ടു. അത്രേ ഉള്ളൂ. ഇനി അടുത്തത് ദ ഡെലീഷ്യസ് ഡിഷ്. അതായത് സ്വാദിഷ്ടമായ വിഭവം. ഡെലീഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാദിഷ്ടമായ, ടേസ്റ്റിയായ എന്നൊക്കെയാണ് അർത്ഥം. അതായത് അയാൾ പറയാണ്, ഫിൽ ദ പോട്ട് വിത്ത് വാട്ടർ. പാത്രത്തിൽ വെള്ളം എടുക്കൂ. പുട്ട് ഇറ്റ് ഓൺ ദ ഫയർ. എന്നിട്ട് തീയിൽ വെക്കൂ. സെഡ് ദ യങ് ട്രാവലർ. ആ ചെറിയ സഞ്ചാരി പറയാണ് അങ്ങനെ. ദ ഓൾഡ് വുമൺ ഡിഡ് സോ. വൃദ്ധ അങ്ങനെ ചെയ്തു. സൂൺ ദ വാട്ടർ ബിഗാൻ ടു ബബിൾ. അതായത് താമസിയാതെ വെള്ളം ബബിള് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിളക്കാൻ തുടങ്ങി. ദ ട്രാവലർ വാഷ്ഡ് ദ ബിഗ് റൗണ്ട് സ്റ്റോൺ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ദ പോട്ട്. അതായത് യാത്രക്കാരൻ നേരത്തെ ബാഗിൽ നിന്ന് ഒരു ഉരുണ്ട കല്ലെടുത്തില്ലേ, ആ കല്ല് വാഷ് ചെയ്തിട്ട് ആ പാത്രത്തിലേക്ക്, ആ വെള്ളം തിളക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടു. ഹി സ്റ്റിറിഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. സ്റ്റിറിഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളക്കുക. അയാൾ ആ സൂപ്പ് ഇളക്കി. ഹി ഹമ്മഡ് എ ലിറ്റിൽ ട്യൂണ്. അയാൾ ഒരു ചെറിയ ഈണം മൂളി. ദെൻ ഹി ടേസ്റ്റഡ് ഇറ്റ് ആൻഡ് സെഡ്. പിന്നെ അയാൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്നിട്ട് എന്താണ് പറഞ്ഞത്? ഇറ്റ്സ് ആൾമോസ്റ്റ് റെഡി. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ബട്ട് എ പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് എ ബിറ്റ് ഓഫ് ബട്ടർ വുഡ് മേക്ക് ഇറ്റ് ബെറ്റർ. അതായത് ആ കല്ല് സൂപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പക്ഷെ അതിക്കൊരു നുള്ളു ഉപ്പും അല്പം ബട്ടർ, നെയ്യും ചേർത്താൽ അത് കൂടുതൽ നന്നാകും. അപ്പോൾ ദ ഓൾഡ് വുമൺ ഹാഡ് സം സാൾട്ട് ആൻഡ് ബട്ടർ. ആ വൃദ്ധയുടെ കയ്യിൽ കുറച്ച് ഉപ്പും നെയ്യും ഉണ്ടായിരുന്നു. സോ ഷീ ഹാഡഡ് ദം ടു ദ പോട്ട്. അപ്പോൾ അതുണ്ടായതുകൊണ്ട് അവൾ അത് ആ പാത്രത്തിലേക്ക് ചേർത്തു. എന്നിട്ട് എന്താണ് ക്വസ്റ്റ്യൻ? ക്യാൻ ദ യങ് ട്രാവലർ റിയലി മേക്ക് സൂപ്പ് വിത്ത് ബട്ടർ, സാൾട്ട് ആൻഡ് സ്റ്റോൺ? ആ യുവസഞ്ചാരിക്ക് ഈ നെയ്യും ഉപ്പും കല്ലും ചേർത്ത് സൂപ്പ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം അടുത്ത ഭാഗം. ദ ഇൻഗ്രീഡിയൻസ്. ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ. നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിക്ക് വേണ്ട സാധനങ്ങളാണ് ഇൻഗ്രീഡിയൻസ്. നമുക്ക് നോക്കാം. ഈസ് ദ സൂപ്പ് റെഡി? സൂപ്പ് തയ്യാറായോ? ആസ്ക്ഡ് ദ ഓൾഡ് വുമൺ. ആ വൃദ്ധ ചോദിച്ചു. അപ്പോൾ ഓ നോ, ഇല്ല. നോട്ട് യെറ്റ്, ഇതുവരെ ആയില്ല. സെഡ് ദ യങ് ട്രാവലർ. സഞ്ചാരി പറഞ്ഞു. ഇറ്റ് ഈസ് ഡെലീഷ്യസ് ആൻഡ് ഫുൾ ഫില്ലിംഗ്. അതായത് ഇത് രുചികരവും തൃപ്തികരവുമാകും. ഫുൾ ഫില്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനവും ആയി എന്നുള്ള രീതിക്ക്. ഇറ്റ് ഈസ് എ ടേസ്റ്റി ആസ് യു കുഡ് എവർ ഇമാജിൻ. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന അത്ര രുചികരമാണ്. ബട്ട് ആൻ ഒനിയൻ ഓർ ടു വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റിയർ. പിന്നെ ഒന്നോ രണ്ടോ സവാളയും കൂടി ആയാൽ ഇത് കൂടുതൽ ടേസ്റ്റ് ആവും. ദ ഓൾഡ് വുമൺ സ്ലൈസ്ഡ് സം ഒനിയൻസ് ആൻഡ് ആഡഡ് ദം ഇൻ ടു ദ പോട്ട് വിത്ത് ദ സൂപ്പ് സ്റ്റോൺ. അതായത് പിന്നെ എന്ത് ചെയ്തു? ആ വൃദ്ധ കുറച്ച് ഉള്ളി അരിഞ്ഞ് അത് ഈ സൂപ്പ് കല്ലുള്ള പാത്രത്തിലേക്ക് ഇട്ടു. അപ്പോൾ ദ ആരോമ സ്പ്രെഡ് ഔട്ട് ത്രൂ ദ വിൻഡോ ഡ്രോയിങ് ദ അറ്റൻഷൻ ഓഫ് നെയ്ബർ. നെയ്ബർ പറഞ്ഞാൽ അയൽവാസി. ഈ ജനാലയിലൂടെ ഈ സൂപ്പ് തിളക്കുന്ന മണം അയൽക്കാരൻ്റെ ശ്രദ്ധയിലെത്തി. വാട്ട് ആർ യു കുക്കിംഗ്? ഹി ആസ്ക്ഡ്. നീ എന്താണ് പാചകം ചെയ്യുന്നത്? അയാൾ ചോദിച്ചു, ആ നെയ്ബർ. സ്റ്റോൺ സൂപ്പ്, ദ ട്രാവലർ സെഡ്. കല്ല് സൂപ്പ്, ആ യാത്രക്കാരൻ പറഞ്ഞു. സ്റ്റോൺ സൂപ്പ്? സ്റ്റോൺ സൂപ്പോ? ഐ ഹാഡ് നെവർ ഹിയർഡ് ഓഫ് സച്ച് എ തിങ്. ഞാൻ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടിട്ടില്ലായിരുന്നു. സെഡ് ദ വില്ലേജ്. ആ
നെയ്ബർ പറഞ്ഞു, യെസ്, ശരി, ഇറ്റ് ഈസ് എ സ്പെഷ്യൽ സൂപ്പ്. ഇതൊരു സ്പെഷ്യൽ സൂപ്പാണ്. ഡു യു ഹാവ് എനിത്തിങ് ടു ആഡ്? നിങ്ങൾക്ക് എന്തെങ്കിലും ചേർക്കാനുണ്ടോ? ദ ട്രാവലർ ആസ്ക്ഡ്. സഞ്ചാരി ആ നെയ്ബറിനോട് ചോദിച്ചു. അപ്പോൾ അയാൾ, യെസ്, അതെ, ഐ ഹാവ് സം ടേണിപ്സ് ആൻഡ് ബീൻസ്, ദ നെയ്ബർ റിപ്ലൈഡ്. അതായത് അയാളുടെ കയ്യിലുള്ള ബീൻസും ടേണിപ്സും അയാളടുത്തുള്ളത് പറഞ്ഞു. ഹി റൺ ഹോം, വീട്ടിലേക്ക് ഓടിച്ചെന്ന് ബ്രോട്ട് ദം ആൻഡ് ആഡ് ടു ദ പോട്ട്, അവ കൊണ്ടുവന്ന് ഈ പോട്ടിലേക്ക് ആഡ് ചെയ്തു. പിന്നെ എന്താ ക്വസ്റ്റ്യൻസ്? വൈ ഡിഡ് ദ നെയ്ബർ കം ടു ദ വുമൺസ് ഹൗസ്? എന്താണ് ഈ സൂപ്പ് തിളക്കുന്ന മണം അയാളുടെ ശ്രദ്ധ പിടിച്ചു പറ്റി? എന്ത് ചെയ്ത? ദ അരോമ സ്പ്രെഡ് ഔട്ട് ത്രൂ ദ വിൻഡോ ഡ്രോയിങ് ദ അറ്റൻഷൻ ഓഫ് എ നെയ്ബർ. വാട്ട് അതർ ഇൻഗ്രീഡിയൻസ് ക്യാൻ ബി ആഡഡ് ടു മേക്ക് ദ സൂപ്പ് ബെറ്റർ? സൂപ്പ് കൂടുതൽ മികച്ചതാകാൻ വേറെ എന്തൊക്കെ ചേരുവകൾ ചേർക്കാം? നമുക്ക് നോക്കാം. ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആകാംക്ഷ, നമുക്കൊരു ക്യൂരിയോസിറ്റി ആവുക, ഈ സൂപ്പ് എങ്ങനെ തയ്യാറാവും എന്നുള്ളത് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ദ വില്ലേജേഴ്സ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ദ സ്ട്രേഞ്ച് ഡിഷ് സ്റ്റോൺ സൂപ്പ്. അതായത് അവിടുത്തെ ഗ്രാമവാസികൾ ഈ സഞ്ചാരിയുടെ സ്റ്റോൺ സൂപ്പിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. വൺ ബൈ വൺ ദേ ഫോളോവുഡ് ദ ഡെലീഷ്യസ് അരോമ. ഓരോരുത്തരായി ആ സ്വാദിഷ്ടമായ സുഗന്ധം ആസ്വദിച്ചു. ഈ അരോമ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു സ്മെല്ല്. ഈസ് ദ സൂപ്പ് റെഡി? ഈ സൂപ്പ് തയ്യാറായോ? ആസ്ക്ഡ് ദ വില്ലേജേഴ്സ്. ഗ്രാമവാസികൾ ചോദിച്ചു. ഓ നോ, ഇല്ല, നോ യെറ്റ്, ഇതുവരെ ഇല്ല. സെഡ് ദ യങ് ട്രാവലർ. ആ സഞ്ചാരി പറഞ്ഞു. ദിസ് സൂപ്പ് ഈസ് ഗുഡ്. ഈ സൂപ്പ് നല്ലതാണ്. ബട്ട് എ ക്യാരറ്റ് ഓർ ടു വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റിയർ. ഒന്നോ രണ്ടോ ക്യാരറ്റും കൂടി ചേർത്താൽ ഇത് കൂടുതൽ ടേസ്റ്റ് ആവും. ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ, സെഡ് എ യങ് ലേഡി. ഒരു ചെറിയ കുട്ടി എന്താ പറഞ്ഞത്? ഞാൻ പോയി തോട്ടത്തിൽ നിന്ന് കുറച്ച് ക്യാരറ്റ് എടുത്തു വരാം. ഷീ പുള്ളഡ് ഔട്ട് സം ഫ്രഷ് ക്യാരറ്റ്സ് ഫ്രം ഹെർ ഗാർഡൻ ആൻഡ് ബ്രോട്ട് ഇറ്റ് ബാക്ക് ടു ദ ഓൾഡ് വുമൺസ് ഹൗസ്. എന്താ, അവൾ തൻ്റെ തോട്ടത്തിൽ നിന്ന് കുറച്ച് പുതിയ ക്യാരറ്റ് പറിച്ചെടുത്ത് ആ വൃദ്ധയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ദെൻ ഷീ ചോപ്ഡ് ആൻഡ് ആഡഡ് ദം ടു ദ സൂപ്പ്. എന്നിട്ട് അവൾ അത് കട്ട് ചെയ്ത് ആ സൂപ്പിലേക്ക് ആഡ് ചെയ്തു. ദ ട്രാവലർ സ്റ്റിർഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. ആ യാത്രക്കാരൻ സൂപ്പ് ചുറ്റും ഇളക്കി. ആസ് ഹീ സ്റ്റിർഡ്, അവൻ ഇളക്കുന്നതിനിടയിൽ, ഹി ഹമ്മഡ് എ ലിറ്റിൽ ടൂൺ, ഒരു ചെറിയ ഈണം മൂളി. പിന്നെ എന്താണ് ക്വസ്റ്റ്യൻസ്? വാട്ട് ഹാപ്പൻ വെൻ ദ സൂപ്സ് അരോമ സ്പ്രെഡ്? സൂപ്പിൻ്റെ സുഗന്ധം എല്ലായിടത്തും പരന്നപ്പോൾ എന്താ ഉണ്ടായത്? ആ ഗ്രാമവാസികളെല്ലാം ആ മണം വന്നോടത്തേക്ക് അവിടെ കൂടിച്ചേർന്നു. എന്താണ്? വൺ ബൈ വൺ ഫോളോഡ് ദ ഡിലീഷ്യസ് അരോമ. അതാണ് ആൻസർ. ഓൺ റീച്ചിങ് ദ ഗാർഡൻ, വാട്ട് ഡിഡ് ദ ലേഡി ഡു? പൂന്തോട്ടത്തിൽ എത്തിയപ്പോൾ ആ സ്ത്രീ എന്താണ് ചെയ്തത്? അവൾ കുറച്ച് ക്യാരറ്റ്, അവളുടെ തോട്ടത്തിൽ നിന്ന് കുറച്ച് ക്യാരറ്റ് പറിച്ചിട്ട് അത് ഈ വൃദ്ധയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഷീ വിൽ ഗോ ഹെർ ഗാർഡൻ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ്സ്. ഇനി അടുത്തത് ദ ഹാപ്പിനെസ് ആണ്, സന്തോഷം. ഈസ് ദിസ് സൂപ്പ് റെഡി? ഈ സൂപ്പ് തയ്യാറായോ? ആസ്ക്ഡ് അനദർ വില്ലേജർ. ഒരു ഗ്രാമീണൻ ചോദിച്ചു. ഈ ചിത്രത്തിൽ കാണാൻ പറ്റും. ഓ നോ, നോട്ട് യെറ്റ്, ഇല്ല, ഇതുവരെ ആയിട്ടില്ല. സെഡ് ദ യങ് ട്രാവലർ. ആ സഞ്ചാരി പറഞ്ഞു. ദിസ് സൂപ്പ് ഈസ് ഡെലീഷ്യസ് ബട്ട് ചിക്കൻ വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റ് ഈവൻ ബെറ്റർ. ഈ സൂപ്പ് രുചികരമാണ്, പക്ഷെ ചിക്കനും കൂടി ചേർത്താൽ കൂടുതൽ നന്നാകും. ഹിയറിംഗ് ദിസ് ആൻ ഓൾഡ് ഫാർമർ വെന്റ് ടു ഹിസ് ഹൗസ് ആൻഡ് ബ്രോട്ട് എ ചിക്കൻ. ഇത് കേട്ട ഒരു വൃദ്ധ കർഷകൻ, ഫാർമർ എന്ന് പറഞ്ഞ കർഷകൻ, അയാൾ തൻ്റെ വീട്ടിലേക്ക് പോയിട്ടൊരു കോഴിയെ കൊണ്ടുവന്നു. ദ ഓൾഡ് വുമൺ ആൻഡ് ദ ട്രാവലർ കട്ട് ദ ചിക്കൻ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ദ പോട്ട് എലോങ് വിത്ത് ദ ക്യാരറ്റ്സ്, ദ ഒനിയൻസ് ആൻഡ് ദ സൂപ്പ് സ്റ്റോണ്. അതായത് ആ വൃദ്ധയും ആ ഫാർമറും കൂടി ചേർന്നിട്ട് കോഴിയെ കട്ട് ചെയ്തിട്ട് പാത്രത്തിലിട്ടു. ക്യാരറ്റ്, ഉള്ളി, കല്ല് എന്നിവയോടൊപ്പം. ഫൈനലി ദ യങ് ട്രാവലർ സ്പ്രിങ്കിൾഡ് സ്പൈസസ് ഇൻ ടു ദ പോട്ട്. ഫൈനലി ഒടുവിൽ അയാൾ എന്ത് ചെയ്തു? ഈ ട്രാവലർ സ്പൈസസ് ഈ പാത്രത്തിലേക്ക് ഇട്ടു. സ്പൈസസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ, അതായത് നമ്മുടെ കുരുമുളക്, ഏലക്ക, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കൂടി എന്തായി ഈ പോട്ടിലേക്ക് ഇട്ടു. ഹീ സ്റ്റിർഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. ഈ സൂപ്പ് അയാൾ ചുറ്റും ഇളക്കി. ആസ് ഹീ സ്റ്റിർഡ്, അവൻ ഇളക്കുന്നതിനിടയിൽ, ഹി ഹമ്മഡ് എ ലിറ്റിൽ ടൂൺ, അയാളൊരു മൂളക്കം പാട്ട് പാടി, ഈണം മൂളി. വാട്ട് ഡിഡ് ദേ ഡു വിത്ത് ദ ചിക്കൻ? അവർ കോഴിയെ എന്താണ് ചെയ്തത്? പീസസ് ആക്കിയിട്ട് ഈ സൂപ്പിലേക്ക് ചേർത്തു. കട്ട് ദ ചിക്കൻ ആൻഡ് പുട്ട് ഇൻ ടു ദ പോട്ട്. പിന്നെ അടുത്തത് ദ ടേസ്റ്റി സൂപ്പ്, രുചികരമായ സൂപ്പ്. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ്, കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം, ദ വില്ലേജേഴ്സ് ആസ്ക്ഡ്, ഗ്രാമവാസികൾ ചോദിച്ചു. ഈസ് ദിസ് സൂപ്പ് റെഡി? ഈ സൂപ്പ് റെഡി ആയോ? ചിത്രത്തിൽ കാണാൻ അവിടെ കുറേ ആൾക്കാരുണ്ട് അല്ലേ? ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ്സ് ഗുഡ്. ഇതിൻ്റെ സ്മെല്ലും
ഇതിന് നല്ല മണവുമുണ്ട് രുചിയുമുണ്ട്. സെഡ് ദ യങ് ട്രാവലർ ലിക്കിംഗ് ഹിസ് ലിപ്സ്. അതായത് യുവസഞ്ചാരി ചുണ്ടുകളിൽ നക്കി പറഞ്ഞു. അതായത് നമ്മളിങ്ങനെ ഒരു സാധനം എടുത്തിട്ട് അത് നക്കി നോക്കൂലേ, റെഡി ആയോ ഇങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ചെയ്തിട്ട് ഈ സഞ്ചാരി പറഞ്ഞു. നോ ദ സൂപ്പ് ഈസ് റെഡി ടു സെർവ്, ഹി അനൗൺസ്ഡ്. ഈ സൂപ്പ് വിളമ്പാൻ തയ്യാറായി. അയാൾ വിളിച്ചു പറഞ്ഞു. ദ ഓൾഡ് വുമൺ ഹറിഡ് ടു ഗെറ്റ് എ ഫ്യൂ ബൗൾസ്. ആ വൃദ്ധ കുറച്ച് പാത്രങ്ങൾ എടുക്കാൻ തിടുക്കത്തിൽ പോയി. ദ യങ് ട്രാവലർ ടുക്ക് ദ സ്റ്റോൺ ഔട്ട് ഓഫ് ദ പോട്ട്, ക്ലീൻഡ് ഇറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ഹിസ് പോക്കറ്റ്. അതായത് ആ യങ് ട്രാവലർ എന്താണ് ചെയ്തത്, എന്താണ് ഉണ്ടാക്കിയ കലത്തിൽ നിന്ന് അയാൾ ആദ്യം ഇട്ട കല്ല് പുറത്തെടുത്തിട്ട് അത് വൃത്തിയാക്കിയിട്ട് അയാളെ പോക്കറ്റിൽ തന്നെ തിരിച്ചിട്ടു. ദെൻ ദ ട്രാവലർ poured the soup into the bowls on the table. എന്നിട്ട് എന്ത് ചെയ്തു, യാത്രക്കാരൻ മേശപ്പുറത്തുള്ള പാത്രങ്ങളിലേക്ക് സൂപ്പ് ഒഴിച്ചു. ദ വില്ലേജേഴ്സ് ടേസ്റ്റഡ് ദ സൂപ്പ് ആൻഡ് എക്സ്ക്ലെയിംഡ്. അതായത് ഗ്രാമവാസികൾ സൂപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കി ആർത്തു വിളിച്ച് പറഞ്ഞു. എന്താണ്? ഇറ്റ് ഈസ് റിയലി ഡെലീഷ്യസ്. ഇത് ശരിക്കും രുചികരമാണ്. എന്താണ് ക്വസ്റ്റ്യൻ? പിക്ക് ഔട്ട് ദ സെൻറ്റൻസസ് വിച്ച് ഷോ ദ സൂപ്പ് ഇസ് വെരി ടേസ്റ്റി. സൂപ്പ് വളരെ രുചികരമാണെന്ന് കാണിക്കുന്ന വാക്യങ്ങൾ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ്. എന്താണ്? ഒന്ന് നമുക്ക് എന്ത് ചെയ്താൽ ഇറ്റ് ഈസ് റിയലി ഡെലീഷ്യസ് എന്നുള്ളത് എഴുതാം. പിന്നെ എന്തെഴുതാം? പിന്നെ അയാൾ ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ്സ് സെഡ് ദ യങ് ട്രാവലർ ലിക്കി ഹിസ് ലിപ്സ്. അയാൾ ചുണ്ടുകളിൽ നക്കി നോക്കിയിട്ട് അയാൾ സൂപ്പ് നക്കി നോക്കിയിട്ട് പറഞ്ഞു ഭയങ്കര ടേസ്റ്റാണ്. ഇതൊക്കെ പറയാം. പിന്നെ ആളുകളുടെ തിടുക്കം, ആകാംക്ഷ ഒക്കെ കണ്ടിട്ട് പറയാം. പിന്നെ അടുത്തത് ദ റിയലൈസേഷൻ. എന്താണ്? തിരിച്ചറിവ്. റിയലൈസ് ചെയ്യുക പറഞ്ഞാൽ നമ്മൾ തിരിച്ചറിയുക. റിയലൈസേഷൻ തിരിച്ചറിവ്. ആൾസോ ലൈക്ക് ടു മേക്ക് ദിസ് സൂപ്പ്. ഈ സൂപ്പ് ഞങ്ങൾക്കും ഉണ്ടാക്കണം. ആൾക്കാർ പറയാണ് വേർ ക്യാൻ വി ഗെറ്റ് സച്ച് എ മാജിക് സ്റ്റോണ്. ഇത്രയും മാന്ത്രിക കല്ല് എവിടെ കിട്ടും? ആസ്ക്ഡ് വില്ലേജേഴ്സ്. ആ വില്ലേജേഴ്സ് ചോദിച്ചു. ദ ട്രാവലർ സ്മൈൽഡ് ആൻഡ് ടുക്ക് ദ സ്റ്റോൺ ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ് ആൻഡ് സെഡ്. യാത്രക്കാരൻ എന്താണ് പുഞ്ചിരിച്ചുകൊണ്ട് പോക്കറ്റിൽ നിന്ന് ആ കല്ലെടുത്തിട്ട് പറഞ്ഞു. ലുക്ക്, നോക്കൂ, ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഓർഡിനറി സ്റ്റോണ്. ഇതൊരു സാധാരണ കല്ലാണ്. ദ സൂപ്പ് ടേസ്റ്റഡ് ഗുഡ് ബിക്കോസ് ഓഫ് ആൾ ദ യമി വെജിറ്റബിൾസ് ആൻഡ് ചിക്കൻ യു ഷെയർഡ്. ഈ സൂപ്പ് നിങ്ങൾ പങ്കിട്ട ഈ സ്വാദിഷ്ടമായ പച്ചക്കറികളും ചിക്കനും കാരണമാണ് ഈ സൂപ്പിന് ഇത്രയും രുചിയായത്. ദ വില്ലേജേഴ്സ് വെർ സർപ്രൈസ്ഡ്. ഗ്രാമവാസികൾ അമ്പരന്നു. ദ മേക്കിംഗ് ഓഫ് ദ സൂപ്പ് ബ്രോട്ട് ദ വില്ലേജേഴ്സ് ടുഗദർ. സൂപ്പ് ഉണ്ടാക്കുന്നത് അവിടുത്തെ ഗ്രാമവാസികളെ ഒന്നിപ്പിച്ചു. ഫ്രം ദ ഡേ ഓൺവേർഡ്. അന്ന് മുതൽ ദേ ഷെയർഡ് ദെയർ ഫുഡ് ആൻഡ് ലിവ്ഡ് ഹാപ്പിലി ഇവർ ആഫ്റ്റർ. അവർ ഭക്ഷണം പങ്കിട്ട് സന്തോഷത്തോടെ ജീവിച്ചു. അതായത് അവിടുത്തെ ഗ്രാമവാസികൾ എങ്ങനെയായിരുന്നു, ഫസ്റ്റ് ഈ യാത്രക്കാർ അവിടെ വരുമ്പോൾ അവിടെ ഒരു സൈലൻ്റ് ആയിട്ട് ഒരു അൺഫ്രണ്ട്ലി ഫീലിംഗ് ആയിരുന്നു ആ ട്രാവലറിന്. പക്ഷേ ആ ലാസ്റ്റ് ആ ട്രാവലറിൻ്റെ കഴിവുകൊണ്ട് അവിടുത്തെ ഗ്രാമവാസികളെ ഒന്നിപ്പിച്ചു. ഇനി എന്താണ് ഈ കഥയിൽ ശരിക്കും എന്താണ് പറയുന്നത്? അയാൾ ഈ ഒരു കല്ല് സൂപ്പ് എന്നുള്ളത് അയാൾ വെറുതെ പറഞ്ഞതാണ്. ഈ ഒരു കല്ല് എന്നുള്ളത് ബാക്കിയുള്ള അവിടുത്തെ ആൾക്കാരെടുത്ത പച്ചക്കറികളും സാധനങ്ങളൊക്കെ കൊണ്ടാണ് ആ സൂപ്പ് അത്രയും ടേസ്റ്റ് ആയത്. കാരണം നമ്മൾ ഭക്ഷണം പങ്കിട്ടാൽ എല്ലാവർക്കും കഴിക്കാന്നുള്ള രൂപത്തിലാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. കാരണം ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിക്ക് വേണ്ട വേറെ സാധനം ഉണ്ടാവില്ല. എല്ലാവരും കൂടി ചേർന്ന് എടുത്താൽ ആ സാധനം റെഡി ആവും. അങ്ങനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് എന്താ? ഡു യു തിങ്ക് ദ ട്രാവലർ പ്ലേഡ് എ ട്രിക്ക് ഓൺ ദ വില്ലേജേഴ്സ്? വൈ ഡു യു തിങ്ക് സോ? ആ യാത്രക്കാരൻ ഗ്രാമീണരെ പറ്റിച്ചതാണോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു? അയാൾ പറഞ്ഞത് സ്റ്റോൺ സൂപ്പ് ഉണ്ടാക്കുക എന്നാണ്. പക്ഷേ ലാസ്റ്റ് അയാൾ പറയുന്നത് ഇത് വെറും ഒരു അപ്പോൾ ആ സ്റ്റോൺ സൂപ്പ് ഉണ്ടാക്കിയപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ വിചാരിച്ച എന്താണ്, അതൊരു മാന്ത്രികത ഉള്ള കല്ലാണ്, കാരണം ഈ സൂപ്പിന് ഇത്രയും ടേസ്റ്റ്. പക്ഷേ ശരിക്കും എന്താണ്, അയാൾ ഒരു സാധാരണ കല്ല് ജസ്റ്റ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിലിട്ടതാണ്. അയാൾ ഒരിക്കലും ഗ്രാമവാസികളെ പറ്റിച്ചതല്ല. വാട്ട് ലെസൺ ഡസ് ദ സ്റ്റോൺ സൂപ്പ് ടീച്ചേഴ്സ്? കല്ല് സൂപ്പ് എന്ന കഥ നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? എല്ലാതും നമ്മൾ ഒന്നിച്ച് നിന്ന് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ല ഡെലീഷ്യസ് ഫുഡ് കഴിക്കാം. അവിടെ ഇപ്പോൾ ഫസ്റ്റ് ചെന്നപ്പോൾ അവിടെ ആ വൃദ്ധ ഫുഡില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ എല്ലാവരും കൂടി അവരവരുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഫുഡ് തയ്യാറാക്കിയാൽ എല്ലാവർക്കും ഒരേപോലെ പങ്കിട്ട് കഴിക്കാം. അങ്ങനെ ഒരു പാഠമാണ് ഈ സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ.